ഹലോ, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഞാൻ വളരെ റെയർ ആയിട്ടാണ് ഒരു പെർഫ്യൂമിന്റെ വേറൊരു വേരിയന്റ് പിന്നീട് വാങ്ങിക്കാറുള്ളത്. ഇപ്പൊ റീസെന്റ് അങ്ങനെ ഒരു പെർഫ്യൂം ഞാൻ കാണിച്ചത് ഒന്ന് ഹണി ഊതാണ്, ബെല്ല വിറ്റന്റെ. അത് ഞാൻ പറഞ്ഞു ചെറുത് വാങ്ങിച്ചപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി, അങ്ങനെ ഞാൻ അതിന്റെ 20 ml വാങ്ങിച്ചു എന്നുള്ളത്. അപ്പോൾ അതേപോലെ ഫ്രഞ്ച് എസൻസിന്റെ റീചാർജ് കുറേ നാൾ മുന്നേ ഫ്രഞ്ച് എസൻസിന്റെ ഈ കമ്പനി തന്നെ എനിക്ക് അയച്ചു തന്ന കുറച്ച് പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ റീചാർജിന്റെ ഡിയോഡറന്റ് ഉണ്ടായിരുന്നു. ഞാനത് റെഗുലറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഒരു വലിയൊരു നല്ലതായിട്ട് തോന്നൂലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രാഗ്രൻസ് അതിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് ക്രീഡ് അവെന്റസിന്റെ ഒരു വിദൂര സാദൃശ്യമുള്ള ഒരു ക്ലോൺ ആയിട്ടാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലൊക്കെ എൻ്റെ വൈഫ് ചിലപ്പോൾ റൂമിലേക്ക് വരുമ്പോൾ പറയും, ഇവിടെ നിങ്ങൾ ഏത് പെർഫ്യൂം അപ്ലൈ ചെയ്തത് ചോദിക്കും. കാരണം അതൊരു പ്ലീസിങ് ആയിട്ടുള്ള നാച്ചുറൽ ആ ഒരു പെർഫ്യൂം ഡിയോഡറൻറ്റിന് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ പെർഫ്യൂം ഒന്ന് വാങ്ങിച്ചേക്കുക എന്നുള്ളത്. പിന്നീട് നമ്മൾ എന്താ പറയുക, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കും പെർഫ്യൂം ഇറങ്ങിയെന്നുള്ളത്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ പെർഫ്യൂം ഇറങ്ങിയത് കേട്ടോ, അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നു ഞാൻ സ്റ്റോറി. അപ്പോൾ ഞാൻ ഈ അടുത്താണ് പിന്നെ എൻ്റെ മൈൻഡിൽ വന്നത് ഇത് വാങ്ങിക്കാനുണ്ടല്ലോ എന്നുള്ളത്. അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ് ഇത്. അപ്പോൾ ആ ഒരു കാര്യം പറയാനാണ് ഞാൻ ഇത്രയും നീട്ടിക്കൊണ്ടുവന്നത്. ഓക്കെ, റീചാർജിൻ്റെ പെർഫ്യൂം. അപ്പോൾ അത് പെർഫ്യൂം വാങ്ങിക്കാനുള്ള റീസൺ വളരെ പ്ലീസിങ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഉള്ള ഒരു ഡിയോഡറൻറ്റ് എനിക്ക് കിട്ടിയതുകൊണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് അവരയച്ചതെന്ന് തോന്നുന്നില്ല, ഇത് ഞാൻ വാങ്ങിച്ചതാണ്. ആദ്യത്തത് ഞാൻ പറഞ്ഞു അത് കമ്പനി തന്നെ എനിക്ക് അയച്ചു തന്നാണ്. അവർ പുതിയതായിട്ട് പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കുറേ മുമ്പാട്ടോ, 2021 ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോലെ പെർഫ്യൂം വീഡിയോ ചെയ്യുന്ന ആളുകളോട് അവർ ചോദിച്ചിട്ട് പ്രൊമോഷൻ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് വീഡിയോ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നതായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തേക്കാം എന്നും പറഞ്ഞാണ് അന്ന് ഞാൻ ആ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് പെർഫ്യൂം. ഇത് ഒരു ഹാമർ പോലെ കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നല്ല ബോട്ടിലാണ്, അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. സാധനം ഇങ്ങനെയാണ്. ഫ്രാഗ്രൻസ് നമുക്ക് ആ റീചാർജിന്റെ ഡിയോഡറന്റ് കിട്ടുന്നതിനേക്കാൾ ഒത്തിരി ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, ഡിയോഡറന്റ് നമുക്ക് ക്രീഡായിട്ട് വലിയ ബന്ധം തോന്നാറില്ല. കാരണം അതിലൊരു ഫ്രഷ് സ്മോക്കി വൈബാണ് കൂടുതൽ കിട്ടുക, ഫ്രൂട്ടി നോട്ട്സ് കുറവാണ്. പക്ഷെ ഇവിടെ ഫ്രൂട്ടി നോട്ട്സ് നമുക്ക് ആദ്യം മുതലേ കിട്ടുന്നുണ്ട്. അതാണ് എനിക്ക് അത് രണ്ടും തമ്മിലൊരു വ്യത്യാസം തോന്നിയത്. മേ ബി ഡിയോഡറന്റ് ആയതുകൊണ്ടുള്ള ഒരു വ്യത്യാസമായിരിക്കാം, അല്ലാതെ ഫ്രാഗ്രൻസിന്റെ നാച്ചുറൽ ഒന്നും പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല. ആ പ്ലീസിങ് ആയിട്ടുള്ള ക്രീഡ് അവെന്റസിന്റെ ഒരു എന്താ പറയാ, ഒരു പ്ലീസിങ് ആയിട്ടുള്ള ഒരു വേരിയന്റ്, അങ്ങനെ നമുക്കിതിനെ പറയാൻ പറ്റും. ചെറിയ പ്രൈസിന് ഇതിന് എത്ര പ്രൈസ് വന്നറിയാം, 230 റുപ്പീസ് എന്താണ് വന്നത്. അത് 242 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ബാക്കി ഞാൻ ആ കോയിൻസ് കൊടുത്താണ് ഫ്ലിപ്കാർട്ടിൽ. പണ്ടൊക്കെ കോയിൻസ് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു, മിന്ത്ര കൂപ്പൺസ് ഒക്കെ ആയിട്ടൊക്കെ റെഡീം ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം അതൊന്നും ഓപ്ഷൻ കാണാറില്ല. അപ്പോൾ ഇതിന് MRP 399 ഉള്ളൂ. അപ്പോൾ ഇത് വനേസൻ്റെതാണ് പ്രൊഡക്റ്റ്. അപ്പോൾ 230 റുപ്പീസിന് 60 ml പെർഫ്യൂം കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇവരിത് ഫ്ലിപ്കാർട്ടിലാണ് സെയിൽ ചെയ്യുന്നത്, ആമസോണിലും കാണാറുണ്ട്. എന്താണ് ഇവർക്ക് ഇതിമെന്ന് ഇങ്ങനെ കൊടുത്തിട്ട് ഇടുന്ന പ്രോഫിറ്റ് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. കാരണം നമ്മൾ നമ്മുടെ ഓൺ പ്രോഡക്ട്സ് ആമസോണിൽ സെയിൽ ചെയ്യാറുണ്ട്. അതിൽ നമ്മൾ GST പോവും, പിന്നെ കൊറിയർ ചാർജസ് കൊടുക്കണം, ആമസോൺ പിക്ക് ചെയ്യുന്നതിന് പൈസ കൊടുക്കണം, ആമസോണിൻ്റെ പാക്ക് ചെയ്യുന്നതിന് പൈസ കൊടുക്കണം, പിന്നെ അതിനെല്ലാം GST ഉണ്ട്. പിക്കപ്പിന് ഒരു GST, പാക്കിങ്ങിന് ഒരു GST, പിന്നെ പ്രൊഡക്റ്റിന് 18% നമ്മൾ നോർമൽ GST. അതിൻ്റെ പുറമെ ആമസോണിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ചാർജസ് ഉണ്ട്. അത് അറൗണ്ട് പെർഫ്യൂമിനൊക്കെ അറൗണ്ട് 30% അടുത്ത് ആമസോൺ പൈസ പിടിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ 230 റുപ്യേൻ്റെ പെർഫ്യൂമിൽ ഇവർക്ക് എന്താ ബാക്കി ഉണ്ടാവുക? ഇതിനൊരു മേക്കിംഗ് കോസ്റ്റ് ഉണ്ടാവണം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ ചെറിയ പെർഫ്യൂം ഓൺലൈനായിട്ട് വിൽക്കുന്നവരൊക്കെ എന്താ കിട്ടുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് പെർഫ്യൂംസോ കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ചിന്തിച്ചിട്ട് ചെയ്യുക. കാരണം നമ്മൾ അത് എക്സ്പീരിയൻസ്ഡ് ആണ്. നമ്മൾ ഏറ്റവും ബെസ്റ്റ് എപ്പോഴും നമ്മൾ ഡയറക്റ്റ് സെയിൽ ചെയ്യുന്നത് തന്നെയാണ് നമ്മളെ ഓൺ വെബ്സൈറ്റിൽ നിന്ന്. അല്ലെങ്കിൽ നല്ലൊരു പൈസ ഇവർ കൊണ്ടുപോകും. ഓക്കെ, എന്തായാലും ഞാൻ അതല്ല പറഞ്ഞത്. അപ്പോൾ പെർഫ്യൂമിൻ്റെ ഡീറ്റെയിൽസ് അതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൽ ഓപ്പണിങ്ങിൽ ഫ്രഷ്നെസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഇത്തിരി ഒരു ഫ്രൂട്ടി പൈനാപ്പിൾ പോലത്തെ ടച്ച് വരുന്നുണ്ട്. ബാക്കി ആ ഒരു സ്മോക്കി നാച്ചുറൽ നമുക്ക് ഒരു വെറ്റിവറിൻ്റെയും പിന്നെ സാധാരണ ഇതിൽ നിന്ന് കിട്ടാറുള്ള മറ്റേ എന്തായിരുന്നു സാധനത്തിൻ്റെ പേര്, ഓക്കെ, ആ ഒരു സ്മോക്കി നോട്ട്സ് എല്ലാം ഇതിലും അവൈലബിൾ ആണ്. ട്രൈ ചെയ്ത് നോക്കുക. പെർഫോമൻസ് ഭയങ്കര പെർഫോമൻസ് ഒന്നും പറയാനില്ല. നമുക്കൊരു 1 to
ഒരു 1-1.25 മണിക്കൂർ വരെ ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്. അവിടുന്ന് ഒരു 2.5 to 3 മണിക്കൂർ വരെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയും എന്തുകൊണ്ടാണ് നിങ്ങളിത് വാങ്ങിച്ചത് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, വളരെ പ്ലീസിങ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വാങ്ങിച്ചത്. സോ നിങ്ങൾ ചെറിയ പ്രൈസിന് 200-ൻ്റെ 230ക്ക് 60 ml പെർഫ്യൂം തരുന്നു. അതിന് നിങ്ങൾക്ക് 6 hours ഒക്കെ പെർഫോമൻസ് കിട്ടണമെന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഇതെടുക്കരുത്. അങ്ങനെയുള്ള ഒരു അൽറിഹാബിൻ്റെ ഒക്കെ പോലത്തെ പ്രൊഡക്ട്സ് എടുക്കുക. അൽറിഹാബ് അവന്യൂ ഒക്കെ വാങ്ങിക്കുക. അതല്ലാതെ കൂടുതൽ ക്വാണ്ടിറ്റി വലിയൊരു പെർഫോമൻസ് ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. സോ ഇത് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഞാൻ ഫ്ലിപ്കാർട്ടിലാണ് ഇത് റേറ്റ് കുറച്ച് കണ്ടത്, അതുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തു എന്നുള്ളൂ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.